ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. കേരള PSC സയന്റിഫിക് ഓഫീസർ ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന പുതിയൊരു പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട്. ഡിസംബർ 30-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡിസംബർ 30 മുതൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc കെമിസ്ട്രി ആണ്. MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കസ് ചെയ്യാണ്. MSc ലെവലിലുള്ള ഒരു സിലബസ് തന്നെയാണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണ എല്ലാ MSc സിലബസ് പോലെ, എല്ലാ MSc കെമിസ്ട്രിയിൽ വരുന്ന എല്ലാ എക്സാമിന്റെയും സിലബസ് പോലെ തന്നെ ഇവിടെ ഒരു 4 സെക്ഷൻ ആയിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്. ഇതിൽ ഓരോന്നിലും 3 വീതം മൊഡ്യൂളുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 9 മൊഡ്യൂളും അതിനുശേഷം നമ്മളുടെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കെമിസ്ട്രി, എൻവയോൺമെന്റൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി ഇതെല്ലാം കൂടെ കൂടി വരുന്ന ഒരു മൊഡ്യൂളും, അങ്ങനെ 10 മൊഡ്യൂളിലായിട്ടാണ് ഈ ഒരു സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി പോവാം. അത് നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രി നോക്കാം. ഇൻഓർഗാനിക്കില് 3 മൊഡ്യൂളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂളിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പീരിയോഡിക് ടേബിളിന്റെ കാര്യങ്ങളാണ്. സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ കെമിക്കൽ പീരിയോഡിസിറ്റി, നമ്മളുടെ പീരിയോഡിക് ടേബിളിലുള്ള കാര്യങ്ങൾ, കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് S ബ്ലോക്ക് എലമെന്റ്സ്, കെമിസ്ട്രി ഓഫ് P ബ്ലോക്സ് ആൻഡ് D ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ അതിന്റെ കൂടെ വരുന്നത് കുറച്ച് മെറ്റലർജിയാണ്, എക്സ്ട്രാക്റ്റീവ് കെമിസ്ട്രി ഓഫ് വേരിയസ് മെറ്റൽസ് ഓഫ് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ സാധാരണ പറയുന്ന Fe, അലുമിനിയം, അതിന്റെയൊക്കെ മെറ്റലർജിയും കൂടി നമ്മൾ ഇതിന്റെ കൂടെ നോക്കണം. പിന്നെ വരുന്നത് കെമിസ്ട്രി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഗ്ലാസ് എന്ന എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഇതുപോലുള്ള കുറച്ച് കോമ്പൗണ്ട്സ് നമ്മൾ നോക്കണം. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു ഏരിയ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പീരിയോഡിക് ടേബിളും അതിൽ വരുന്ന പീരിയോഡിസിറ്റിയാണ്, അതുപോലെ മെറ്റലർജി. പിന്നെ ഈ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതില് നമ്മുടെ VSCPR തിയറി ഒക്കെ അല്ലേ, VSCPR തിയറി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇനി അടുത്തൊരു ഏരിയ പോകുന്നത് നമ്മളുടെ HSAB കൺസെപ്റ്റ്, അതുപോലെ ആസിഡ് ആൻഡ് ബേസിസ്, അതിന്റെ ആ 4 കൺസെപ്റ്റുകൾ വരുന്നുണ്ടല്ലോ, അറേനിയസ് കൺസെപ്റ്റ്, അതുപോലെ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, അതിൽ വരുന്ന 4 കൺസെപ്റ്റും, അതുപോലെ അതിന്റെ കൂടെ HSAB, അതായത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ്, പിന്നെ സോൾവെന്റ് എഫക്ട്സ്, പിന്നെ ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, അത് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ സൂപ്പർ ആസിഡ്സ് എന്താണ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. പിന്നെ റിയാക്ഷൻസ് ഇൻ നോൺ അക്വസ് സോൾവെന്റ്സ്, അതുപോലെ പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെന്റ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ആസിഡ് ബേസ് എന്നുള്ള ആ ഒരു ഏരിയയിൽ വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ഈ ഐസോപോളി ഹെട്രോപോളി ആസിഡ്സ്, പിന്നെ സിലിക്കൺ ഓക്സിജൻ കോമ്പൗണ്ട്സ് വരുന്നുണ്ട്, അതുപോലെ സിയോലൈറ്റ്സ്, പിന്നെ സിനോൺ ആൻഡ് ക്രിപ്റ്റോൺ കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ദെയർ ഓർഗാനിക് ആൻഡ് കോർഡിനേഷൻ കോംപ്ലക്സ്. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് സിനോണിന്റെ HCF2, അതുപോലെ XCOF2 എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഫ്ലൂറൈഡ്സ് ഉണ്ടല്ലോ, സിനോൺ ഫ്ലൂറൈഡ്സ് ഉണ്ട്, സിനോൺ ഓക്സി ഫ്ലൂറൈഡ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ ഇതിന്റെ കൂടെ നോക്കി പോവേണ്ടതാണ്. ഈ ഒരു ഇങ്ങനത്തെ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറുകൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തൊരു ഏരിയ വരുന്നത് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, നമ്മളുടെ പോളിമേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. SN കോമ്പൗണ്ട്സ് വരുന്നുണ്ട്, അതുപോലെ PS വരുന്ന ആ ഒരു കോമ്പൗണ്ട്സ്, പിന്നെ PN കോമ്പൗണ്ട്സ്. ഇതൊക്കെ നമ്മൾ ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ പഠിച്ചിരിക്കുന്നതാണ്. അതിന്റെ സിന്തസിസ്, റിയാക്ഷൻസ്, സ്ട്രക്ചർ, ബോണ്ടിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് ബോറോൺ നൈട്രജൻ കോമ്പൗണ്ട്സ്, നമ്മളുടെ ബൊറാസീൻ ഒക്കെ വരുന്നില്ലേ, ആ ഒരു ഏരിയ, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. പിന്നെ ബോറോൺ ഹൈഡ്രൈഡ്സ്, അതായത് BHN, ഈ ടൈപ്പ് വരുന്ന കോമ്പൗണ്ട്സ്. പിന്നെ ഓർഗാനോബൊറൈൻസ് ഉണ്ട്. ഇവിടെ വെയ്റ്റ്സ് റൂൾ വരുന്നുണ്ടാവും അല്ലെ, ഈ ബോറോൺ ഹൈഡ്രൈഡ്സിലും അതുപോലെ കാർബോറൈൻസിലൊക്കെ നമ്മൾ വെയ്റ്റ്സ് റൂൾ പറയാറുണ്ട്, അതിന്റെ ആ ഒരു സ്ട്രക്ചർ പറയാൻ വേണ്ടിയിട്ട്. നിഡോ, ക്ലോസോ, ഒരാക്നോ എന്നൊക്കെ ഉള്ള അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ വരുന്നതാണ് സ്റ്റൈറ്റ്സ് റൂള്, സ്റ്റൈറ്റ്സ് നമ്പർ,
നമ്മളെ ബോറോൺ ഹൈഡ്രൈഡിന്റെ സ്റ്റൈക്സ് നമ്പർ നമ്മൾ 2002 അതുപോലെയുള്ള നമ്പറുകളല്ലേ. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. ഇനി പിന്നെ വരുന്നത് നമ്മളുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കെമിസ്ട്രി ആണ്, ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാന്തനൈഡ്സിന്റെ ആക്ടിനൈഡ്സിന്റെ എല്ലാം നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അതിന്റെ സെപ്പറേഷൻ ഉണ്ടല്ലോ, അതിന്റെ സെപ്പറേഷൻ, ലാന്തനൈഡ് സെപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിന്റെ കോർഡിനേഷൻ, കോംപ്ലക്സ്, സ്പെക്ട്രൽ ബിഹേവിയർ, നമ്മൾ എഫ് ട്രാൻസിഷൻ എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ഏരിയയെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് കോർഡിനേഷൻ കെമിസ്ട്രിയാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വർമസ് തിയറി ആണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ തിയറി ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് CFT ആണ്. അതിന്റെ ഇടയ്ക്ക് ആര് വരുന്നുണ്ട്, VBT ഉണ്ട്. VBTയും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. CFT ഉണ്ട്, VBT ഉണ്ട്, പിന്നെ LFT വരുന്നുണ്ട്, MOT വരുന്നുണ്ട്. ഈ ഇത്രയും തിയറികൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇതിൽ CFTയിലാണ് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നത്. മാഗ്നറ്റിസം, കളറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CFT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CFT നമ്മൾ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. പിന്നെ വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അതിൽ ഒരുപാട് ഐസോമറിസം വരുന്നുണ്ടല്ലോ, ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്നുണ്ട്, അതുപോലെ ജിയോമെട്രിക്കൽ ഐസോമറിസം വരുന്നുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കണം. പിന്നെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വരുന്ന സമയത്ത് സ്പെക്ട്രൽ ചേഞ്ച് വരുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, കോർഡിനേഷൻ കോംപ്ലക്സിന്റെ റിയാക്ഷൻസ് ആണ്. കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസിന്റെ നമ്മുടെ OSM, ISM അങ്ങനെയൊക്കെ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസും വരുന്നുണ്ട്. അതിന്റെ കൈനറ്റിക്സും വരുന്നുണ്ട്. അപ്പൊ ഇതും നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ കോർഡിനേഷനിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാ വരുന്നത് എന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക്കിന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ ഈ നമ്മളുടെ കോർഡിനേഷൻ കെമിസ്ട്രി കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ കൺസ്ട്രക്ഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രംസ് വരുന്നുണ്ട്, അതുപോലെ കോറിലേഷൻ ഡയഗ്രം വരുന്നുണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് ഡിസെൻഡിങ് സിമെട്രി, ടേം സിമ്പിൾസ്, അതുപോലെ DN മുതൽ D10 വരെയുള്ള OH ടെട്രാഹെഡ്രൽ ഫീൽഡിലും ഉള്ള കോറിലേഷൻ ഡയഗ്രംസ്. നമ്മൾ ഇനോർഗാനിക്കിന്റെ ഫസ്റ്റ് മൊഡ്യൂളിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് കോർഡിനേഷന്റെ കൂടെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓർഗൽ ഡയഗ്രാം, അതുപോലെ TS ഡയഗ്രാം ഒക്കെ. പിന്നെ സിമെട്രി സെലക്ഷൻ റൂൾസ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്പെക്ട്രയിലുള്ള സിമെട്രി സെലക്ഷൻ റൂൾസ് ഉണ്ടല്ലോ, ഫോർബിഡൻ ട്രാൻസിഷൻ ഏതൊക്കെയാണ്, അലൗഡ് ട്രാൻസിഷൻ ഏതൊക്കെയാണ്, ആ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി വരുന്നത് IR അതുപോലെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. കോർഡിനേഷൻ കോംപ്ലക്സിൽ വരുന്ന IR, NMR, ESR അതുപോലെ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇത് പഠിക്കുന്നത് ഓർഗാനിക്കിലാണ് അല്ലെ. IR-ഉം NMR-ഉം എല്ലാം നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് നമ്മൾ ഓർഗാനിക്കിലാണ്. പക്ഷെ ഈ ഒരു മൊഡ്യൂളിൽ എന്താണ്, കോർഡിനേഷൻ കോംപ്ലക്സിന്റെ IR-ഉം NMR-ഉം ESR-ഉം ഒക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ചില കോമ്പൗണ്ട്സിന്റെ സ്പെക്ട്ര തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്, കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് നമ്മൾ CFT വെച്ചിട്ട് പറയാറുണ്ട്. പിന്നെ അതില് നമ്മൾ ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും കൂടി പറയാറുണ്ട്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ആ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് CFT വെച്ചിട്ട് പറയുമ്പോൾ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് അതില് വേറെയും കുറച്ച് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക, ആ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് തന്നെയാണ് പിന്നെ അടുത്തൊരു ഏരിയ ആയിട്ട് പറയുന്നത്. അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കോർഡിനേഷൻ കോംപ്ലക്സിൽ NH3, H2O ഇത്രയും ലിഗാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലിഗാൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചറൽ എലുസിഡേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ചേഞ്ചസ് ഇൻ ലിഗാൻഡ് വൈബ്രേഷൻ ഓൺ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വിത്ത് മെറ്റൽ അയോൺസ്. പിന്നെ CDORD ഉണ്ടല്ലോ, നമ്മുടെ ഒപ്റ്റിക്കൽ സർക്കുലർ ഡൈക്രോയിസവും അതുപോലെ ഒപ്റ്റിക്കൽ
റൊട്ടേഷനും ഒക്കെ വരുന്നത്. അപ്പൊ സി ഡിയും ഒ ആർ ഡിയും പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെയാണ്? മെറ്റൽ കോംപ്ലക്സിന്റെ സി ഡി ഒ ആർ ഡി പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയ ഏതിലും വരുന്നുണ്ട്, നമ്മുടെ ഓർഗാനിക്കിലും എന്തായാലും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേ തിയറി, ബേസിക് ആയിട്ടുള്ള തിയറി എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ്, കോർഡിനേഷൻ കോംപ്ലക്സിൽ എങ്ങനെയാണ് സി ഡി ഒ ആർ ഡിയും അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് വേണ്ടത്. പിന്നെ വരുന്നത് NMR വരുന്നത് ഈ B1131P അതുപോലെ 19F ഇതെല്ലാം NMR ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഈ മെറ്റൽ ന്യൂക്ലൈഡ്സിൽ ഇവര് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ ഇത്രയും ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെക്ട്രം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് ESR ആണ്. ESRൽ വരുന്നത് കോപ്പർ 2 കോംപ്ലക്സ് അല്ലേ, Cu2+. Cu2+ എന്ന് പറയുമ്പോൾ അത് D9 സിസ്റ്റം ആണ്. അതെന്തായാലും എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ D9 സിസ്റ്റത്തിൽ വരുന്ന അല്ലെങ്കിൽ കോപ്പർ 2+ൽ വരുന്ന കോംപ്ലക്സിന്റെ ESR സ്പെക്ട്രയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിന്റെ കൂടെ ഇനോർഗാനിക് ഫ്രീ റാഡിക്കൽസിന്റെ ESR, അതായത് PH4F-, BH-, ഇതിന്റെയൊക്കെ ESR സ്പെക്ട്ര എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ഇതെല്ലാം കോംപ്ലക്സിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ESR സ്പെക്ട്ര വരിക എന്നുള്ള കാര്യം നോക്കാനുണ്ട്. പിന്നെ വരുന്നത് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയാണ്. മോസ്ബോർ സ്പെക്ട്ര വരുന്നത് Fe'യുടെയും ടിന്നിന്റെയും കോംപ്ലക്സിൽ, കോർഡിനേഷൻ കോംപ്ലക്സിൽ തന്നെ Fe'യുടെ കോംപ്ലക്സും അതുപോലെ ടിന്നിന്റെ കോംപ്ലക്സും വരുമ്പോൾ അതിന്റെ മോസ്ബോർ സ്പെക്ട്ര എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എവിടെയൊക്കെ വരുന്നുണ്ട്, ഇത് ഓർഗാനിക്കിലും ചെറിയൊരു ഏരിയ വരുന്നുണ്ടായിരിക്കും, ഫിസിക്കലിലും വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഫിസിക്കലിലും ഓർഗാനിക്കിലും നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഈ ഒരു ഇനോർഗാനിക്കിൽ നോക്കുന്നതായിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഫിസിക്കലും ഓർഗാനിക്കും നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുശേഷം ഇതിന്റെ അപ്ലിക്കേഷൻ മാത്രം ഈ ഒരു ഇനോർഗാനിക്കിൽ നമ്മൾ പഠിച്ചാൽ മതിയായിരിക്കും. ഇനി അടുത്തൊരു ഏരിയ വരുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസ്, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ബോണ്ടിങ് എല്ലാം ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്ന ഇതിന്റെയാണ് മെറ്റൽ കാർബണിൽസ് ഉണ്ടല്ലോ, മെറ്റൽ കാർബണിൽസിന്റെയും മെറ്റൽ സയനൈഡ്സിന്റെയും ഈ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, സിന്തസിസ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ലീനിയർ പൈ ഡോണർ ലിഗാൻസ് വരുമ്പോൾ, അതായത് ഒലിഫിൻസ്, അസറ്റിലിൻ, ഡൈയിൻ, അല്ലൈൽ കോംപ്ലക്സ്, ഇതിന്റെ എല്ലാം സ്ട്രക്ചർ, സിന്തസിസ്, പ്രോപ്പർട്ടീസ്, ബോണ്ടിങ് ഇതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ സൈക്ലിക് പൈ ഡോണേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെ വരിക, സൈക്ലോപെന്റാഡൈൻ വരും, ബെൻസീൻ വരും. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കോംപ്ലക്സ് നമ്മളുടെ ഫെറോസീൻ ആണ്. ഫെറോസീൻ FeCp2 അല്ലേ. അപ്പൊ ഫെറോസീനും അതുപോലെ ഡൈബെൻസീൻ ക്രോമിയം, ഡൈബെൻസീൻ ക്രോമിയം എന്ന് പറയുമ്പോൾ PH2Cr. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ. ഈ ഫെറോസിന്റെ കാര്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഫെറോസിന്റെ ഒന്നെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ബോണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് നമ്മളുടെ മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ് അല്ലെ. ഓർഗാനോ മെറ്റാലിക്കിൽ പിന്നെ വരുന്നത് മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ്. മെറ്റൽ ക്ലസ്റ്റേഴ്സിൽ തന്നെ നമ്മൾ LNCC, HNCC കൊടുത്തിട്ടുണ്ട്. ലോ ന്യൂക്ലിയർ കാർബണിൽ ക്ലസ്റ്ററും ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണിൽ ക്ലസ്റ്ററും. അത് നമ്മൾ കാർബണിൽ CO എന്ന് പറയുന്ന ലിഗാൻഡും അതുപോലെ മെറ്റലും വരുമ്പോഴാണ് നമ്മൾ LNCC, HNCC പറയുന്നത്. LNCC നമ്മൾ എപ്പോഴാണ് പറയാ, 4 വരെ മെറ്റൽ വരുമ്പോഴാണ്. HNCC എന്ന് പറയുന്നത് മെറ്റലിന്റെ നമ്പർ 4-നേക്കാളും കൂടുതലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ 5 above വരുമ്പോഴാണ് നമ്മൾ HNCC പറയാം. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മളുടെ വെയ്റ്റ്സ് റൂള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഈ ഒരു ക്ലസ്റ്ററിന്റെ സ്ട്രക്ചർ ക്ലോസ് ആണോ, നിഡോ ആണോ, അരാക്കനോ ആണോ എന്നൊക്കെ ചെയ്യുമല്ലോ. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നന്നായിട്ട് ചെയ്തു പഠിക്കണം. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഏതെങ്കിലും ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ക്ലോസ് ആണോ, നിഡോ ആണോ, അരാക്കനോ ആണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ വരുന്നത് അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് നമ്മുടെ ഐസോലോബൽ റിലേഷൻഷിപ്പ്. 2 സ്പീഷീസ് തന്നിട്ട് അത് ഐസോലോബൽ ആണോ എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഐസോലോബൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോംപ്ലക്സ് ഫോമിലുള്ളത് പഠിക്കണം. അതുപോലെ
ഓർഗാനിക്കിലെ സ്പീഷീസുമായിട്ട്, അതായത് CH3 ആയിട്ട് CH2 ആയിട്ടൊക്കെ അത് ഐസോലോബൽ ആണോ എന്നുള്ളത്, അതുപോലെ BH2 ഒക്കെ ആയിട്ട് ഐസോലോബൽ ആണോ എന്നുള്ളത് നമ്മൾ അതിന്റെ കൂടെ തന്നെ നോക്കിയിരിക്കണം. പിന്നെ വരുന്നത് നമ്മൾ ക്യൂബൈൻ ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ട്, ചാൽക്കോജനൈഡ് ക്ലസ്റ്റേഴ്സ്, പിന്നെ ഷെറൽ ഫേസസ് എല്ലാം വരുന്നുണ്ട്. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലൊന്നും വരാനുള്ള ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. സിംഗിൾ അയോൺസ് ഇമ്പോർട്ടന്റ് ആണ്. സിംഗിൾ ആനിയോൺസിന് നമ്മൾ പറയുന്നത് നേക്കഡ് ആനിയോൺസ് ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് അതിന്റെയും ഇതുപോലെ സ്ട്രക്ചർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിംഗിൾ ആനിയോൺസ് ആൻഡ് കാറ്റിയോൺസ്, അതുപോലെ ക്യാപ്പിംഗ് റൂൾ വരും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്യൂബൈൻ ക്ലസ്റ്റേഴ്സ് കണ്ടിട്ടില്ല ഇതുവരെ, ബാക്കി എല്ലാ കാര്യവും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ വരുന്നത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷന്റെ മെക്കാനിസം നമ്മൾ കാര്യമായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഹൈഡ്രോജനേഷൻ വരുന്നുണ്ട്, ഹൈഡ്രോഫോമിലേഷൻ വരുന്നുണ്ട്, പിന്നെ പോളിമറൈസേഷൻ, നമ്മളെ സെഡൻ പോളിമറൈസേഷൻ ഒക്കെ വരുന്നില്ലേ, സിഗ്ലർ നട്ട. അതുപോലെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എവിടേക്കാണോ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ആ റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കറ്റാലിറ്റിക് സൈക്കിൾ ഉണ്ടായിരിക്കും, ആ ഒരു സൈക്കിളും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ആ കറ്റാലിറ്റിക് സൈക്കിളിലുള്ള 2 സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് തരും, എന്നിട്ട് അതിലെന്താണ് ചേഞ്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ മെറ്റൽ ഉണ്ടാവുന്നത്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി പിന്നെ വരുന്നത് നമ്മുടെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. ഈ ഒരു ഇനോർഗാനിക്കിന്റെ ഏരിയയിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണോ തിയറിയിൽ പഠിക്കുന്നത് അത് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലാതെ പ്രോബ്ലം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനൊന്നും ഈ ഒരു ഏരിയയിൽ പറ്റുന്നില്ല. അപ്പൊ ബയോ ഇനോർഗാനിക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ തന്നിരിക്കുന്നത് എസെൻഷ്യൽ ആൻഡ് ട്രേസ് മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, റോൾ ഓഫ് അയോൺ, കാൽഷ്യം, കോപ്പർ, ലിഥിയം, അലുമിനിയം, മെഗ്നീഷ്യം ആൻഡ് അതർ മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, അതുപോലെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻസ്. അപ്പൊ ഇതിൽ നോക്കുക, അയൺ, കാൽസ്യം, അതുപോലെ കോപ്പർ. അയണും കോപ്പറും നമുക്കറിയാം ഒരുപാട് എൻസൈംസ് വരുന്നതാണ്. അതുപോലെ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് സിങ്കിന്റെയും എൻസൈംസ് വരുന്നുണ്ട്. പിന്നെ അയണിന്റെ കുറച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ വരുന്നത് മെക്കാനിസം ഓഫ് അയോൺ ട്രാൻസ്പോർട്ട് അക്രോസ് മെംബ്രെയിൻസ് വരുന്നുണ്ട്. നമ്മൾ അയോണോഫോർ ഒക്കെ അല്ലേ, ആ ഒരു ഏരിയ ആണ്. പിന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്. പിന്നെ റോൾ ആൻഡ് എഫക്ട്സ് ഓഫ് കോഎൻസൈംസ് എന്താണ്, സൈറ്റോക്രോംസ് എന്താണ്, പിന്നെ ക്ലോറോഫിൽസ് ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസ് നമ്മളുടെ നാച്ചുറൽ പ്രൊഡക്റ്റിന്റെ കൂടെയും വരുന്നുണ്ട് കേട്ടോ, ഈ ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ ക്ലോറോഫിൽ നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ വരുന്നതാണ്. പിന്നെ ഫോട്ടോസിന്തസിൽ തന്നെ PS1 എന്താണ്, PS2 എന്താണ്, അതിൽ വരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്. പിന്നെ അതുപോലെ പോർഫൈറിൻ റിംഗ് സിസ്റ്റം, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പോർഫൈറിൻ റിംഗ് സിസ്റ്റം. പിന്നെ സിന്തറ്റിക് മോഡൽ ഓഫ് ഫോട്ടോസിന്തസിസ്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി, മെറ്റൽസ് ഇൻ മെഡിസിൻ ഉണ്ടല്ലോ, നമ്മുടെ സിക്സ്പ്ലാറ്റിൻ പോലെയുള്ള ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കണം. സിസ്പ്ലാറ്റിൻ ഉണ്ട്, ട്രാൻസ്പ്ലാറ്റിൻ ഉണ്ട്, കാർബോ പ്ലാറ്റിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റൽസ് മെഡിസിനൽ വാല്യൂ ഉള്ളത് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കണം. ഇതിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ. ഇതിൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്ന സമയത്ത് വരുന്ന കുറച്ച് എഫക്റ്റുകൾ ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് എഫക്റ്റ് ഒക്കെ അല്ലേ, കോപ്പറേറ്റിവിറ്റി എഫക്റ്റ്. അതുപോലെ അത് ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിന്നിലേക്ക് മാറുന്നത്, അതിന്റെ പ്ലാനാരിറ്റി ചേഞ്ച് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. അതിന്റെ കൂടെ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മളുടെ വൈറ്റമിൻ B12. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വൈറ്റമിൻ B12, നമ്മുടെ സൈനോകൊബാളമീൻ എന്ന് പറയുന്ന ആ ഒരു വൈറ്റമിൻ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഉള്ളത് FES പ്രോട്ടീൻ ഉണ്ടല്ലോ, FES പ്രോട്ടീൻസ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. ഇതെപ്പോഴും ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. നമുക്കറിയാമോ, സിലബസ് ഇടുന്ന സമയത്ത് സിലബസിന്റെ ഏറ്റവും ലാസ്റ്റ് പറയാറുണ്ട്
ഇത് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ വരുന്ന വേറെയും ടോപ്പിക്സ് ചോദിക്കാം എന്നുള്ള ഒരു കോട്ട് അവർ അതിന്റെ കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതില് ഇല്ലാത്ത കാര്യങ്ങൾ, ഇതിലിപ്പോ സ്പെസിഫൈ ചെയ്യാത്ത കാര്യങ്ങളാണ് വന്നത് വൈറ്റമിൻ B12, പിന്നെ FES ക്ലസ്റ്റേഴ്സ്, പിന്നെ മാംഗനീസിന്റെ കുറച്ച് എൻസൈംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കണം. അപ്പൊ ബയോ ഇനോർഗാനിക് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബയോ ഇനോർഗാനിക്. ഇനി ഇനോർഗാനിക്കിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്, അതിനെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ മാജിക് നമ്പേഴ്സ് ഉണ്ട്. സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് ആണ്. അതിൽ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് ന്യൂക്ലിയർ മോഡൽസ്, പിന്നെ റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം ആൻഡ് ഇക്വേഷൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ആൻഡ് ഗ്രോത്ത്. ഇത് നമ്മളുടെ കൈനറ്റിക്സിലും ചെറുതായിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഡയറക്റ്റ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഹെവി അയോൺ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ ന്യൂട്രോൺ ക്യാപ്ചർ എന്താണ്, ന്യൂട്രോൺ ക്യാപ്ചേഴ്സ്, ക്രോസ് സെക്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ സൈസ്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, കൗണ്ടിങ് ടെക്നിക്സ്. ഇതിൽ നമ്മളുടെ GM കൗണ്ടർ, അതുപോലെ സിൻറ്റിലേഷൻ കൗണ്ടർ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ന്യൂക്ലിയറിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു PG ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരാം, ഡിഗ്രി ലെവലിൽ നിന്നും വരാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഫിഷൻ ഫ്യൂഷൻ ആ ഒരു ഏരിയ നന്നായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ ഈ ബോംബുകൾ ഉണ്ടല്ലോ, ആറ്റോമിക് ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ആ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് ഇതിൽ കവർ ചെയ്യണം. പിന്നെ വരുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽ സിമെട്രി വരുന്നുണ്ട്, പോയിന്റ് ഗ്രൂപ്പ്സ്, അതുപോലെ സ്പേസ് ഗ്രൂപ്പ്സ്. ഇത് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ഒരു ഏരിയ വേറെയും വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പോയിന്റ് ഗ്രൂപ്പ് ഈ ഒരു ഏരിയയിലും വരുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ മില്ലർ ഇൻഡിസസ്, ബ്രേവിയസ് ലാറ്റിസ്, ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്, BCC, FCC, വോയിഡ്സ്, HCP വോയിഡ്സ്, കോർഡിനേഷൻ നമ്പർ, ഇത്രയും കാര്യം നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ എന്തായാലും അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ, അതുപോലെ ബ്രാഗ്സ് ഇക്വേഷൻ, പിന്നെ ഇൻഡെക്സിങ് മെത്തേഡ്സ് വരുന്നുണ്ട്, പിന്നെ ക്രിസ്റ്റൽ ഇഫക്റ്റും കോൺസിക്വൻസും. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ക്രിസ്റ്റൽ ഇഫക്ട്സും അതുപോലെ അതിന്റെ കോൺസിക്വൻസസും. നമ്മളെ ഷോർട്ട് കീ, ഫ്രങ്കൽ, ആ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഈ ബ്രാഗ്സ് ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. λ = 2d sin θ, ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ കാര്യം തന്നെ ഫിസിക്കലിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക് സ്ട്രക്ചർ ആണ്. അതുപോലെ കണ്ടക്ടേഴ്സിന്റെ തിയറീസ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ അപ്ലിക്കേഷൻ. ഇനി ഡോപ്പിംഗ്, അതിൽ തന്നെ P ടൈപ്പ്, N ടൈപ്പ്, പിന്നെ ബാൻഡ് ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ സ്പൈനൽസ് ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽസ് ആണ്. സ്പൈനല്, അതായത് ഒരു സ്പൈനൽ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വരാം, AB2O4 ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് Fe3O4 ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻവേഴ്സ് ആണോ അല്ലെങ്കിൽ നോർമൽ സ്പൈനൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കോർഡിനേഷന്റെ കൂടെയും നമ്മൾ ഇത് പറയാം. ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ CFSE എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, CFSE വെച്ചിട്ടാണ് നമ്മൾ ഇത് സാധാരണ അനലൈസ് ചെയ്യുന്നത്. കോർഡിനേഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ വരുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് തിയറീസ് ഓഫ് ലിക്വിഡ്സ്, അതുപോലെ ലിക്വിഡ് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്. ലിക്വിഡ് ക്രിസ്റ്റൽസിനെ പറ്റിയിട്ട് ആകെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. അതെന്തായാലും അതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് കണ്ടക്ടിവിറ്റിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്, കാരിയർ ഡെൻസിറ്റി ആൻഡ് കാരിയർ മൊബൈലിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സ്. പിന്നെ അതുപോലെ സൂപ്പർ കണ്ടക്ടിവിറ്റി, ഫോട്ടോ കണ്ടക്ടിവിറ്റി, ഫോട്ടോ വോൾട്ടായിക് എഫക്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ വോൾട്ടായിക് എഫക്ട് വരുന്നുണ്ട്. പിന്നെ കളർ ഇൻ ഇൻഓർഗാനിക് സോളിഡ്സ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്, ഫെറോ ഇലക്ട്രിസിറ്റി, പൈറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി, ഇത് മൂന്ന്. ഫെറോ, പൈറോ, പീസോ ഇലക്ട്രിസിറ്റി ആൻഡ് അയോണിക് കണ്ടക്ടിവിറ്റി. അതുപോലെ ഇതിന്റെ എല്ലാ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഉള്ളത്
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇനോർഗാനിക്കിലെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആണ്. അതിൽ വരുന്നതാണ് സോളിഡ് ഇലക്ട്രോലൈറ്റ്സ്, മിക്സ്ഡ് ഓക്സൈഡ്സ്, കാറ്റയോണിക് ആനിയോണിക് സോളിഡ് ഇലക്ട്രോലൈറ്റ്സ്, മിക്സ്ഡ് അയോണിക് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്, അതുപോലെ SOFC സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ്, പിന്നെ റീചാർജബിൾ ബാറ്ററി മെറ്റീരിയൽസ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ഓഫ് മെറ്റൽ നൈട്രേറ്റ്സ് ആൻഡ് ഫ്ലൂറൈഡ്സ്, ചാൽക്കോജനൈറ്റ്സ്, ഇന്റർകലേഷൻ കെമിസ്ട്രി ആൻഡ് മെറ്റൽ റിച്ച് ഫേസസ്. ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് സാധാരണ നമ്മൾ PG സിലബസിൽ അങ്ങനെ എല്ലാ PG സിലബസിലും വരാത്തതാണ്. പിന്നെ ഇനോർഗാനിക് പിഗ്മെന്റ്സ്, ഇനോർഗാനിക് ഫോസ്ഫോസ്, മോളിക്കുലാർ മെറ്റീരിയൽസ് ആൻഡ് ഫ്ലൂറൈഡ്സ്, ബേസിക് ഐഡിയ ഓഫ് മോളിക്കുലാർ മെറ്റീരിയൽസ് കെമിസ്ട്രി ലൈക്ക് വൺ ഡയമെൻഷണൽ മെറ്റൽസ്, മോളിക്കുലാർ മാഗ്നറ്റ്സ് ആൻഡ് ഇനോർഗാനിക് ലിക്വിഡ് ക്രിസ്റ്റൽസ്. ഇത്രയും അഡ്വാൻസ്ഡ് ഇനോർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ വരുന്നതാണ്. ഇനി നമ്മളിപ്പോ ഓർഗാനിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇനോർഗാനിക്കിൽ ഇപ്പൊ നമ്മൾ 3 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ ഓർഗാനിക്കിലേക്ക് പോകുമ്പോൾ, ഓർഗാനിക്കില് ഏറ്റവും ആദ്യം 3 മൊഡ്യൂൾ തന്നെയാണുള്ളത്. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോമൻക്ലേച്ചർ ആണ്. സൈക്ലിക്കിന്റെ, ഫ്യൂസ്ഡ് പോളിസൈക്ലിക്കിന്റെ, അതുപോലെ ബ്രിഡ്ജ്ഡ് പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺസിന്റെ, ബ്രിഡ്ജ്ഡ് ആൻഡ് ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ സിസ്റ്റത്തിന്റെയും ഒക്കെ നോമൻക്ലേച്ചർ, അതിന്റെ നെയിമിങ് എങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ സ്പൈറോസൈക്ലിക് ഹൈഡ്രോ കാർബൺ സിസ്റ്റത്തിന്റെയും ഹെട്രോസൈക്ലിക് സിസ്റ്റത്തിന്റെ, നൈട്രജനും ഓക്സിജനുമുള്ള ഹെട്രോസൈക്ലിക് സിസ്റ്റത്തിന്റെ എല്ലാം നെയിമിങ് നോമൻക്ലേച്ചർ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മോളിക്കുലാർ സിമെട്രി ആൻഡ് കൈറാലിറ്റി, ആക്സിയൽ കൈറാലിറ്റി, പ്ലാനാർ കൈറാലിറ്റി ആൻഡ് ഹെലിസിറ്റി, റിലേറ്റീവ് കോൺഫിഗറേഷൻ, സ്റ്റീരിയോ കെമിക്കൽ നോമൻക്ലേച്ചർ, പിന്നെ RSEZ, ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് R ആണോ S ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇയും എസും നമ്മളുടെ ആ ഒരു ഐസോമറിസം വരുന്ന സമയത്ത്, ജോമെട്രിക്കൽ ഐസോമറിസം ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ സിസ്ട്രാൻസ് അല്ലെങ്കിൽ E സെറ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത് വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ബൈഫിനൈൽസ് ആൻഡ് അലൈൻസ്. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർബൺ അല്ലെങ്കിൽ കൈറാൽ കാർബൺ ഇല്ലാതെ തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ ബൈഫിനൈൽസും അല്ലീൻസും. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ബൈഫിനൈലിന്റെയും അല്ലീന്റെയും RS സിസ്റ്റം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. ബൈഫിനൈൽ തന്നു കഴിഞ്ഞാൽ അത് R ആണോ S ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക, അല്ലെങ്കിൽ അല്ലീൻ, സ്പൈറൈൻസ്, അതെല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. കൈറാൽ ആക്സിസ് വരുന്ന ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഇതിന്റെയൊക്കെ R ഉം S ഉം എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഇതിലത് ടോപ്പിസിറ്റി ആണ്. ടോപ്പിസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഹോമോടോപ്പിക് ഉണ്ട്, എനാൻഷിയോടോപ്പിക് ഉണ്ട്, ഡയാസ്റ്റീരിയോടോപ്പിക് ഉണ്ട്. അപ്പൊ ഒരു മോളിക്യൂള്, ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഹൈഡ്രജൻസ് അല്ലെങ്കിൽ 2 എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ ഹോമോ ആണോ, എനാൻഷിയോ ആണോ, ഡയാസ്റ്റീരിയോ ആണോ എന്നുള്ളത് നോക്കണം. അതിന് കൂടെ എന്താണ്, ഇതിന്റെയൊക്കെ NMR സിഗ്നൽസിലും ചേഞ്ച് വരുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും നോക്കണം, പഠിച്ചു വെക്കണം. ടോപ്പിസിറ്റിന്റെ കൂടെ അതിന്റെ കൂടെ NMR സിഗ്നലിന്റെ എണ്ണവും കൂടി നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് പ്രോസ്റ്റീരിയോ ഐസോമറിസം, അതുപോലെ അസിമെട്രിക് സിന്തസിസ് ഉണ്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആക്സിയൽ സ്റ്റീരിയോ കെമിസ്ട്രി, അട്രോപ്പ് ഐസോമറിസം. അട്രോപ്പ് ഐസോമറിസം എന്ന് പറയുന്നത് നമ്മുടെ ബൈഫിനൈൽസിന്റെ ആ ഒരു ഐസോമറിസം, അതിന്റെ ഡെസിഗ്നേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, ബൈഫിനൈൽസ്, അല്ലീൻസ്, സ്പൈറൈൻസ്. പിന്നെ ഹെലിക്കൽ കോമ്പൗണ്ട്സിനാണ് നമ്മൾ M&P കോൺഫിഗറേഷൻ കൊടുക്കുന്നത്, -+ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്തായാലും ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ R ഉം S ഉം കാണാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ടോപ്പിസിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് സ്റ്റീരിയോ സെലക്ടിവിറ്റി ആണ്. എനാൻഷിയോ സെലക്ടിവിറ്റി എന്താണ്, ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി എന്താണ്, അതുപോലെ സ്റ്റീരിയോ കൺവെർജൻസ് എന്താണ്. പിന്നെ സ്റ്റീരിയോ സ്പെസിഫിക് സിന്തസിസ് ഉണ്ട്, സ്റ്റീരിയോ സെലക്റ്റീവ് സിന്തസിസ് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ ടോപ്പിസിറ്റി ആൻഡ് സ്റ്റീരിയോ പ്രൊജക്ഷൻസ്, പ്രോകൈറൽ സെന്റർ ആൻഡ് പ്രോകൈറൽ ഫേസസ് ഉണ്ട്. അത് PRO-S എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ RESA ഫേസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോകൈറാലിറ്റി ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു ഏരിയ ആയിട്ട്, സ്റ്റീരിയോയിൽ തന്നെ അടുത്തൊരു ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് സ്റ്റീരിയോയിൽ തന്നെ വരുന്ന ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ജോമെട്രിക്കൽ ഐസോമറിസം വരുന്നുണ്ട്. പിന്നെ കൺഫർമേഷണൽ അനാലിസിസ്, ഇത് നമ്മൾ ഡിഗ്രി ലെവലിലോട്ട് പഠിക്കുന്നതാണല്ലോ. കൺഫർമേഷണൽ അനാലിസിസ് സൈക്ലിക്കിന്റെയും
അസൈക്ലിക്കിന്റെയും. അപ്പൊ ഇതില് നമ്മളുടെ ഈ ഒരു സൈക്ലോഹെക്സൈന്റെ കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. സൈക്ലോഹെക്സൈന്റെ ബോട്ടും ചെയറും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്? അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈന്റെ കാര്യം നമ്മൾ എന്തായാലും നോക്കി വെക്കണം. പിന്നെ വരുന്നത് അസൈക്ലിക്കിൽ വരുമ്പോൾ നമ്മളുടെ ബ്യൂട്ടെയിൻ, ഈതെയിൻ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നതും നമ്മൾ പഠിച്ചു വെക്കണം. ഇനിയുള്ളത് ക്രാംസ് റൂളിന്റെ അപ്ലിക്കേഷൻ ആണ്. ഫെൽക്കിനാൻ മോഡൽ വരുന്നുണ്ട്. ഫെൽക്കിനാൻ മോഡലും ക്രാംസ് റൂളും എല്ലാം നമ്മൾ നോക്കി വെക്കണം. പിന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഏതൊക്കെയാണ്? ഇലക്ട്രോമെറിക് എഫക്ട് ഉണ്ട്, ഇൻഡക്റ്റീവ് എഫക്ട് ഉണ്ട്, മീസോമെറിക് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്ട് ഉണ്ട്. ആ ഒരു ഏരിയ നമ്മൾ നോക്കണം. മേ ബി അതിൽ നിന്നുള്ള അപ്ലിക്കേഷൻസ് ആയിരിക്കും ചോദിക്കുക. അതായത് ഏതിനാണ് ബേസിസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് ഏതിനാണ് കൂടുതൽ, ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി, നോൺ അരോമാറ്റിസിറ്റി, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ എല്ലാ ടൈപ്പ് കോമ്പൗണ്ട്സിന്റെയും ബെൻസിനോയിഡിന്റെ വേണം, ഹെട്രോസൈക്ലിക്കിന്റെ വേണം, നോൺ ബെൻസിനോയിഡിന്റെ വേണം, എല്ലാ ടൈപ്പിന്റെയും നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ അനുലീൻസ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മീസോ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ട്, മെറ്റാലോസീൻസ് ഉണ്ട്, സൈക്ലിക് കാർബോകാറ്റോൺസ് ആൻഡ് കാർബാനിയോൺസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പം അരോമാറ്റിസിറ്റി ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. കൺഫർമേഷണൽ അനാലിസിസും അരോമാറ്റിസിറ്റിയും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏരിയസ് ആണ്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയസ് ആണ്. ഇനി വരുന്നത് നമ്മളുടെ മെക്കാനിസങ്ങളാണ്. കോമൺ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, എലിമിനേഷൻ റിയാക്ഷന്റെ മെക്കാനിസംസ് നമ്മൾ അറിയണം. പിന്നെ നമ്മുടെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസിന്റെ മെക്കാനിസം അറിയണം. പിന്നെ SN1 SN2 റിയാക്ഷൻസ് ഉണ്ടല്ലോ. സാധാരണ നമ്മൾ പറയുന്ന SN1 SN2 റിയാക്ഷൻസിന്റെ അലിഫാറ്റിക്കിലും അരോമാറ്റിക്കിലും വരുന്ന റിയാക്ഷൻ, സ്റ്റീരിയോ കെമിസ്ട്രി, അതുപോലെ ഫാക്ടേഴ്സ്, അതിന്റെ റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേണം. പിന്നെ SN1 SN2 SNAR, പിന്നെ ബെൻസൈൻ മെക്കാനിസം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ NGP ഉണ്ടല്ലോ, നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ, നോൺ ക്ലാസിക്കൽ കാർബോകാറ്റോൺസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നൈട്രീൻസ് വരുന്ന റിയാക്ഷൻസ്, അതുപോലെ കാർബീൻസ് വരുന്ന റിയാക്ഷൻ, ഇന്റർമീഡിയറ്റ് ആയിട്ട് നൈട്രീൻ വരുന്നത് ഏതൊക്കെ റിയാക്ഷൻസിലാണ്, കാർബീൻ വരുന്നത് ഏതൊക്കെ റിയാക്ഷൻസിലാണ്, അതുപോലെ ഫ്രീ റാഡിക്കൽ വരുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ഇനി AIBN, അതുപോലെ NBS, പെറോക്സൈഡ്, ഇതെല്ലാം ഏതാണ്? ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഇതിന് കൂടെ വരുന്നതാണ് ക്ലോറിനേഷൻ ഓഫ് ആൽക്കെയിൻ, അതുപോലെ അഡീഷൻ ഓഫ് HX എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. പിന്നെ SRN1 മെക്കാനിസം, ഇതെല്ലാം നമ്മൾ നോക്കാം. ഇനി കുറച്ച് നെയിംഡ് റിയാക്ഷൻസും കൂടി അതിന്റെ കൂടെ വരുന്നുണ്ട്. ഐസൈലോയിൻ കണ്ടൻസേഷൻ, ആൽക്കെയിൻ കപ്ലിംഗ് റിയാക്ഷൻസ്, ഇവിടെ തൊട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്തായാലും ഇതിന്റെ മെക്കാനിസം അടക്കം പഠിച്ചു വെക്കണം. റെയ്മർ ടൈമൻ റിയാക്ഷൻ, വിൽസ്മേർ ഹെക്ക് റിയാക്ഷൻ, പിന്നെ മിസ്നോബോ റിയാക്ഷൻ, ചിച്ചി ബാബിൻ റിയാക്ഷൻ. അപ്പൊ ഈ ഒരു ഏരിയയിൽ പറയുന്ന ഈ 4 റിയാക്ഷൻസ് നമ്മൾ എന്തായാലും മെക്കാനിസം സഹിതം പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് മെക്കാനിസം ഓഫ് അഡീഷൻ ഓഫ് H2O, X2HX, അതുപോലെ ബോറൈൻസ് ടു C ഡബിൾ ബോണ്ട് C സിസ്റ്റം, അഡീഷൻ റിയാക്ഷൻസ് ആണ്. പിന്നെ സിസ് ആൻഡ് ട്രാൻസ് ഹൈഡ്രോക്സിലേഷൻസ് ഓഫ് സൈക്ലോ ആൽക്കെയിൻസിന്റെ സിസും ട്രാൻസും ഹൈഡ്രോക്സിലേഷൻസ്. ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഈ നെയിം റിയാക്ഷൻസിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി വരുന്നത് കുറച്ചും കൂടെ നെയിം റിയാക്ഷൻസ് ഉണ്ട്. മിക്കായേൽ അഡീഷൻ വരുന്നുണ്ട്, അതുപോലെ റോബിൻസൺ അനിലേഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, ഇത് ഓർത്ത് വയ്ക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, ആൽഡോൾ കണ്ടൻസേഷൻ. പിന്നെ സ്റ്റോർക്ക് എനമിയൻ റിയാക്ഷൻ, കാനിസാരോ, പെർക്കിൻ, റിറ്റർ, പിന്നെ സ്റ്റോപ്പ് കണ്ടൻസേഷൻ, നോവനൈഗൽ കണ്ടൻസേഷൻ, ഡാർസൺ കണ്ടൻസേഷൻ, റിഫോമസ്കി റിയാക്ഷൻ ആൻഡ് ബെൻസോയിൻ കണ്ടൻസേഷൻ. അപ്പൊ ഇത്രയും റിയാക്ഷൻസ് എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം മെക്കാനിസവും ഒരുപാട് എക്സാമ്പിളും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗ്രിഗ്നാർഡ്, മാനിച്ച്, തോർപ്പ് കണ്ടൻസേഷൻ, ഡിക്മാൻ കണ്ടൻസേഷൻ, ഇതിന്റെ എല്ലാം റീജിയോ, സ്റ്റീരിയോ ആസ്പെക്ട്സ് വേണം. പിന്നെ E1, E2 ആൻഡ് E1 CB എലിമിനേഷൻസ് സൈക്ലിക്കിലും അസൈക്ലിക്കിലും വരുന്നത്. പിന്നെ ഹോഫ്മാൻ ആൻഡ് സെയ്റ്റ്സഫ് എലിമിനേഷൻ. ഹോഫ്മാൻ റൂൾ എന്താണ്, സെയ്റ്റ്സഫ് റൂൾ എന്താണെന്നുള്ളത് അറിയണം. എലിമിനേഷൻ വെസസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, എലിമിനേഷൻ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ.
പിന്നെ മെക്കാനിസം ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഷാപ്പിറോ റിയാക്ഷൻ, പീറ്റേഴ്സൺ ആൻഡ് ജൂലിയ എലിമിനേഷൻ, വിറ്റിക് റിയാക്ഷൻ, വിറ്റിക് ഹോർണർ റിയാക്ഷൻ, ചുഗാവ് എലിമിനേഷൻ, കോപ്പ് എലിമിനേഷൻ, പിന്നെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആൻഡ് ലിഡ്ലാർ കാറ്റലിസ്റ്റ് ഇൻ കൺവേർഷൻ ഓഫ് ആൽക്കെയിൻസ് ടു ആൽക്കീൻ. ഇത് റിഡക്ഷന്റെ കേസാണ് പറയുന്നത്. ആൽക്കെയിനെ ആൽക്കീൻ ആവുന്ന സമയത്തുള്ള റിയാക്ഷൻസ്, ഡിർച്ച് റിഡക്ഷനും പിന്നെ ലിഡ്ലാർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിഡക്ഷനുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ അധികവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ റിയാക്ഷൻ മെക്കാനിസം തന്നെയാണ്. ഇനി ഓർഗാനിക്കിന്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ മെക്കാനിസം തന്നെയാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ആദ്യത്തെ വാഗ്നർ നീർവിൻ റിയാക്ഷൻ, പിന്നെ പിനക്കോൾ പിനക്കോളോൺ റിയാക്ഷൻ, ഡെംജാനോവ് റിയാക്ഷൻ, ഹോഫ്മാൻ റിയാക്ഷൻ, പോർട്ടിയസ് റിയാക്ഷൻ, ഷിമിട്ട്, ലോസൺ, ബെക്മാൻ, ഫ്രൈസ്, അതുപോലെ ഹോഫ്മാൻ മാർഷ്യസ് റിയാക്ഷൻ, ഡൈനോൺ ഫിനോൾ റിയാക്ഷൻ, പിന്നെ ബെൻസിലിക് ആസിഡ് റിയാക്ഷൻ ഉണ്ട്, ബെൻസിഡിൻ ഉണ്ട്, ഫാവോസ്കി, സ്റ്റീവൻസ് ആൻഡ് വൂൾഫ് റീഅറേഞ്ച്മെന്റ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഇൻ ഇനോർഗാനിക് സിന്തസിസ്, റിഡക്ഷൻ യൂസിങ് ബോറൈൻസ്, ഹിൻഡേർഡ് ബോറൈൻസ് ആൻഡ് ഡെറിവേറ്റീവ്സ്, പിന്നെ കുറച്ച് റെഡ്യൂസിങ് ഏജൻസ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. NaBH4, LaH, ഡൈബാലച്ച്, പിന്നെ ട്രൈ എൻ ബ്യൂട്ടൈൽ ടിൻ ഹൈഡ്രൈഡ്, ഡൈമൈഡ് ആൻഡ് അലുമിനിയം ആൽക്കോക്സൈഡ്. പിന്നെ ബിർച്ച് റിഡക്ഷൻ വീണ്ടും പറയുന്നുണ്ട്. ഇതിൽ റിഡക്ഷൻസ് ആണ് ബിർച്ച് റിഡക്ഷൻ, ക്ലമൻസൺ റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, ഫോങ് മില്ലൻ മോഡിഫിക്കേഷൻ, പിന്നെ റോസൻമെന്റ് റിഡക്ഷൻ, അലേലിക് ആൻഡ് ബെൻസിലിക് ഓക്സിഡേഷൻ, ഷാർപ്ലെസ് എപ്പോക്സിഡേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഷാർപ്ലെസ് എപ്പോക്സിഡേഷനും ഉണ്ടായിരിക്കും. അതുപോലെ ഓക്സിഡേഷൻ യൂസിങ് SCO2. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മാംഗനീസിന്റെ ടെട്രോക്സൈഡ്, ലെഡ് ടെട്രാസിറ്റേറ്റ്, ഓസോൺ, പെറാസിസ്, DDQ, സിൽവർ കാർബണേറ്റ്, ഇതെല്ലാം റിയേജൻസ് ആണ്. ഇതെല്ലാം റിയേജൻസ് ആണ് വരുന്നത്. പിന്നെ ജോൺസ് ഓക്സിഡേഷൻ, സ്വേൺ ഓക്സിഡേഷൻ, മൊഫാക്ട് ഓക്സിഡേഷൻ, സോംലെറ്റ് റിയാക്ഷൻ, പിന്നെ HiO4, OSO4, MCPBA, ഇതിന്റെ എല്ലാം ഓക്സിഡേഷൻ എങ്ങനെയാണ്, റിയാക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ പറഞ്ഞത് കുറച്ച് റിഡക്ഷൻ റിയാക്ഷൻസും പിന്നെ ബാക്കി ഓക്സിഡേഷൻ റിയാക്ഷൻസും ആണ്. അപ്പൊ നെയിം റിയാക്ഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് വരുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ടോപ്പിക്കാണ്. ലീനിയർ ഫ്രീ എനർജി റിലേഷൻസ്, ഹാമറ്റ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്, സിഗ്നിഫിക്കൻസ് ഓഫ് സിഗ്മ ആൻഡ് റോ ഫാക്ടേഴ്സ്, അതുപോലെ സിഗ്മയും റോയും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള ആ ഒരു റിയാക്ഷൻസ് ഏതൊക്കെയാണ്, പിന്നെ അബ്നോർമൽ ഹാമറ്റ് പ്ലോട്ട്, ടാഫ്റ്റ് ഇക്വേഷൻ, ഹാമറ്റ് പ്ലോട്ട് ആൻഡ് അപ്ലിക്കേഷൻസ്, primary, secondary and inverse kinetic isotope effects, salt effects and special salt effects in SN reactions. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഈ മെക്കാനിസം പഠിക്കുന്നത് പോലെയല്ല, കുറച്ച് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന ഏരിയ ആണ് ഇത്. പിന്നെ വരുന്നത് റിട്രോസിന്തസിസ് ആണ്. ഇതും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. റിട്രോസിന്തറ്റിക് അനാലിസിസ് ആൻഡ് ഡിസ്കണക്ഷൻ അപ്രോച്ച്, പിന്നെ ഒലിഫിൻ മെത്താസിസില്, ഗ്രെബ്സ് കാറ്റലിസ്റ്റിൽ, ഇതിലും രണ്ടിലും വരുന്ന റിട്രോസിന്തറ്റിക് ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒമ്പോളോം കൺസെപ്റ്റ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. 1,3-ഡൈത്തൈനിലും ബെൻസോയിൻ കണ്ടൻസേഷനിലും. ബെൻസോയിൻ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു റിയാക്ഷൻ ആണ്. പിന്നെ വരുന്നത് ഹെക്ക്, നെഗിഷി, സോണോഗ്രാഷ്ര, കുമാദ, സ്റ്റില്ലി കപ്ലിംഗ് ആൻഡ് സുസുക്കി കപ്ലിംഗ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹെക്ക്, സോണോഗ്രാഷ്ര, കുമാദ, സ്റ്റില്ലി. ഇതില് ഹെക്ക്, അതുപോലെ സ്റ്റില്ലി, സുസുക്കി, പിന്നെ സോണോഗ്രാഷ്ര. ഇത് മൂന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ്. അത് പഠിച്ചു വെക്കണം. ഇനി വരുന്നത് ഓർഗാനോ മെറ്റാലിക് റിയേജൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ആൽക്കൈൽ ലിഥിയം അല്ലെങ്കിൽ ഗ്രിഗ്നാറ്റ് റിയേജന്റ്, പിന്നെ ലിഥിയം ഡൈ ആൽക്കൈൽ ഫിപ്രേറ്റ്സ്, ആൽക്കിനൈൽ കോപ്പർ റിയേജൻസ്, പിന്നെ ടെബ് റിയേജന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രൊട്ടക്ടിങ് ഗ്രൂപ്പ്സ്, പെപ്റ്റൈഡ് സിന്തസിസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രോട്ടീൻ എന്നുള്ള ഒരു ഏരിയയിൽ വരുന്ന പെപ്റ്റൈഡ് സിന്തസിസ് വരുന്നുണ്ട്. SPPS ഒക്കെ അല്ലേ, അതിൽ വരുന്ന പ്രൊട്ടക്ടിങ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്. പിന്നെ ഫേസ് ട്രാൻസ്ഫർ, PTC, ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസും അതിന്റെ അപ്ലിക്കേഷൻസും ആണ്. ഇനി മൊഡ്യൂൾ 3യിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഫോട്ടോ കെമിക്കൽ പ്രോസസ് എന്തൊക്കെയാണ്, സിംഗ്ലറ്റ് എന്താണ്, ട്രിപ്ലറ്റ് എന്താണ്.
പിന്നെ ജബ്ലോൻസ്കി ഡയഗ്രാം വരുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ റിയാക്ഷൻസ്, ഫോട്ടോ സെൻസിറ്റൈസേഷനും ഫോട്ടോ കൊഞ്ചിങ്ങും എന്താണ്. പിന്നെ ഫോട്ടോ റിയാക്ഷൻസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. കാർബണിൽ കോമ്പൗണ്ട്സിന്റെ ഫോട്ടോ റിയാക്ഷൻസ്, ഈ നെയിം റിയാക്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പട്ടേണോ ബുച്ചി റിയാക്ഷൻ, ബാർട്ടൺ റിയാക്ഷൻ, HLF റിയാക്ഷൻ, അതുപോലെ ഫോട്ടോ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ്, ഡൈപൈമീഥൈൻ റീഅറേഞ്ച്മെന്റ്, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ കെമിസ്ട്രി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 4-5 ഫോട്ടോ റിയാക്ഷൻസ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഡൈപൈമീഥൈനും അതുപോലെ ബാർട്ടൺ റിയാക്ഷനും ഒക്കെയാണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്, എല്ലാ ക്വസ്റ്റ്യൻസിലും കാണും. ഇനി വരുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പെരിസൈക്ലിക് റിയാക്ഷൻസ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പെരിസൈക്ലിക് റിയാക്ഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ അതിന്റെ FMO തിയറി, പിന്നെ മൊബിയസ് ആൻഡ് ഹെക്കൽ തിയറി നമ്മൾ നോക്കണം. പിന്നെ സ്റ്റീരിയോ ആൻഡ് റീജിയോ സെലക്ടിവിറ്റി നോക്കണം. ഡീൽ-സാൽഡർ റിയാക്ഷന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ്, പിന്നെ ഡൈപോളാർ സൈക്ലോഡീഷനും സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്സും നമ്മൾ നോക്കണം. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രിക്കുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടതാണ്. ഡീൽ-സാൽഡർ റിയാക്ഷൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. പിന്നെ വരുന്നത് കോമ്പിനറ്റോറിയൽ ഓർഗാനിക് സിന്തസിസ് ആണ്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഓട്ടോമേഷൻ, അതുപോലെ സോളിഡ് സപ്പോർട്ടഡ് ആൻഡ് സൊല്യൂഷൻ ഫേസ് സിന്തസിസ്, സ്റ്റഡി ഓഫ് ടാർഗറ്റഡ് ഓഫ് ഫോക്കസ്ഡ് ലൈബ്രറീസ് ആൻഡ് സ്മോൾ മോളിക്യുലർ ലൈബ്രറീസ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് ഒരു ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഓർഗാനിക്കിൽ വരുന്നത്. ഇനി നമ്മൾ ഓർഗാനിക്കിൽ പിന്നെ വരുന്നത് കെമിസ്ട്രി ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്, ടെർപ്പീൻ, സ്റ്റിറോയിഡ്, ആൽക്കലോയിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടല്ലോ, DNA, RNA, അതുപോലെ പ്രോട്ടീൻസ് നമ്മൾ എന്തായാലും പഠിക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വരുന്നത് പോളിമറൈസേഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രക്ചർ പ്രോപ്പർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ സീക്വൻസിന്റെ എഡ്മാൻസ് മെത്തേഡും, നമ്മൾ ഈ അമിനോ ആസിഡ്, പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ് ആ ഒരു ഏരിയയിൽ വരുന്ന എഡ്മാൻസ് മെത്തേഡ്, അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് എന്ത്? സാങ്കേഴ്സ് മെത്തേഡ്. എഡ്മാൻസും സാങ്കേഴ്സും നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ വരുന്നുണ്ട്, സിന്തസിസ് ഓഫ് സീരിയോ റെഗുലർ പോളിമേഴ്സ്, സിഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ്. നമ്മൾ ഓർഗാനോ മെറ്റാലിക്കിന്റെ കേസിൽ പറഞ്ഞല്ലേ, അത് തന്നെയാണ്. പിന്നെ പോളിമേഴ്സ് ഇൻ ഓർഗാനിക് സിന്തസിസ് സപ്പോർട്ട്സ് റിയേജൻസ് കാറ്റലിസ്റ്റ്. സപ്പോർട്ടായിട്ടും പോളിമർ സപ്പോർട്ടായിട്ടും റിയേജന്റ് ആയിട്ടും കാറ്റലിസ്റ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ഏതൊക്കെയാണ്? പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബയോഡീഗ്രേഡബിൾ പോളിമറും ബയോപോളിമറും. ബയോഡീഗ്രേഡബിളിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വരുന്നത് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി ആണ്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ്. എല്ലാ സ്പെക്ട്രോസ്കോപ്പിന്റെയും അപ്ലിക്കേഷൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. UV ഉണ്ട്, IR ഉണ്ട്, HNMR, C13NMR, അതുപോലെ മാസ് സ്പെക്ട്രോസ്കോപ്പി. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് NMR-ഉം C13NMR-ഉം സ്ട്രക്ചറൽ ഡിസൊല്യൂഷൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 2D NMR ടെക്നിക്സ്, NOC, ഡെപ്റ്റ്, അതുപോലെ COSI, HSQC, HMQC, HMBC. പിന്നെ വരുന്നത് സോൾവിങ് ഓഫ് സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂമറിക്കൽ ആൻഡ് സ്പെക്ട്രം ബേസ്ഡ് ഡാറ്റ, അതായത് സ്ട്രക്ചറൽ ഇലൂസിലേഷൻ തന്നെയാണ്. പിന്നെ ORD, CD, അതിന്റെ തിയറിയും അപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്, കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസ്, ഓർഗാനിക്കൽ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. ഇൻഓർഗാനിക്കിൽ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സിൽ വരുന്ന അപ്ലിക്കേഷൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ തിയറി, ബേസിക് തിയറി രണ്ടിന്റെയും ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഫിസിക്കലിലേക്ക് പോവാണ്. ഫിസിക്കലില് നമുക്ക് ആദ്യം വരുന്നത് നമ്മളുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വരുന്ന നമ്മളുടെ വെലോസിറ്റീസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ആൽഫ, യു, വി ഒക്കെ വരുന്നില്ലേ? നമ്മളുടെ RMS, ആവറേജ്, അതുപോലെ MPV, ഈ വെലോസിറ്റീസ്, അതിന്റെ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ചാപ്മാൻ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസസ്, വാട്ടർ വാൾസ് ഇക്വേഷൻ, അതുപോലെ വിരിയൽ ഇക്വേഷൻ, വാട്ടർ വാൾസ് ഇക്വേഷൻ ഇൻ വിരിയൽ ഫോം, പിന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആൻഡ് കോൺസിക്വൻസസ്. ഇത്രയാണ് നമ്മൾ ഗ്യാസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാണ്. സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ഇൻഓർഗാനിക്കിൽ പറഞ്ഞതേപോലെ തന്നെ ക്രിസ്റ്റൽ സിമെട്രി വരുന്നുണ്ട്, തിയറീസ് ഓഫ് സോളിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, പിന്നെ ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ ക്രിസ്റ്റൽ ഇഫക്ട്സ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ആൻഡ് തിയറീസ് ഓഫ് ലിക്വിഡ്സ്, എക്സാർഡി ഓഫ് ലിക്വിഡ്സ്, theories and calculation of surface tension and viscosity, liquid crystals and their application. പിന്നെ വരുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് വരാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പൊ അത് നമുക്ക് എൻട്രോപ്പി ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ വേരിയബിൾസ് ഓഫ് സിസ്റ്റം, അതുപോലെ ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഊളേഴ്സ് റിലേഷൻ, ഗിബ്സ് ആൻഡ് ഹെൽപ്മോൾട്സ് ഇക്വേഷൻ ആൻഡ് എനർജീസ്, മാക്സ്വെൽ റിലേഷൻ നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മാക്സ്വെൽ റിലേഷൻസ്. പിന്നെ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ വരുന്നുണ്ട്. പിന്നെ പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, ഫ്യൂഗാസിറ്റി, ആക്ടിവിറ്റി കോഎഫിഷ്യൻസ്, പിന്നെ ഡ്യൂഹം മാർഗുലസ് ഇക്വേഷൻ വരുന്നുണ്ട്, വാൻ ഹോഫ് ഇക്വേഷൻ, ഐസോകോർ ആൻഡ് ഐസോതേർം, thermodynamics of irreversible process, പിന്നെ ഫണ്ടമെന്റൽസ് ആൻഡ് അഡ്വാൻസസ് ഇൻ ഫേസ് ഇക്വിലിബ്രിയ. ഫേസ് ഇക്വിലിബ്രിയയിൽ നമ്മൾ 2 and 3 കമ്പോണന്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ 1 കമ്പോണന്റ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ 2 കമ്പോണന്റും 3 കമ്പോണന്റും വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഒന്നിതാണ്. പാർട്ടീഷ്യൻ ഫംഗ്ഷൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഗ്യാസസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീഷ്യൻ ഫംഗ്ഷൻസ് ആൻഡ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇക്യു പാർട്ടീഷൻ ഓഫ് എനർജി, പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം. അടുത്തൊരു ടോപ്പിക് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ലോ ഓഫ് മാസ് ആക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേഷൻ, ഇത്രയും ഏരിയ വരും. ഇനി മൊഡ്യൂൾ 2 നമ്മൾ പോകുന്ന സമയത്ത് 2 വരുന്നത് ഗ്യാസ് സോളിഡ് ഇന്റർഫേസ്, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ആണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത്. മോണോലെയർ ആൻഡ് മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ, പിന്നെ അഡ്സോർപ്ഷൻ ഐസോതേർംസ്, ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനേഷൻ, പിന്നെ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻസ്. അപ്പൊ ഈ ഒരു ഇത്രയും നമ്മൾ പറയുന്ന സമയത്ത് അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം, അതിലുള്ള ഐസോതേർംസ് ഇല്ലേ, ഏതൊക്കെയാണ് നമ്മളുടെ ഫ്രണ്ട്ലിച്ച് ഐസോതേർമും ലാങ്മേർ ഐസോതേർമും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ്, ഹർക്കിൻസ് ജൂറ അബ്സല്യൂട്ട് മെത്തേഡ്, പിന്നെ പോയിന്റ് ബി മെത്തേഡ് ഉണ്ട്, പിന്നെ ലാങ്മേർ മെത്തേഡ്, ബെറ്റ് മെത്തേഡ്. പിന്നെ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലീഡ്, സെമ്മ്, ടെമ്മ്, എസ്ക, ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, പിന്നെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി, ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, ഇതെല്ലാം ഫിസിക്കലിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യം വരുന്നത് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്, നെക്സ്റ്റ് ഡി ബൈ, ഇവിടെ തൊട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡി ബൈ ഹെക്കൽ ഓംസാഗർ ഇക്വേഷൻസ്, ഓവർ പൊട്ടൻഷ്യൽസ്, പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ബട്ട്ലർ വോൾമർ ഇക്വേഷൻ, അതുപോലെ ടാഫൽ ഇക്വേഷൻ, നെർൻസ്റ്റ് ഇക്വേഷൻ, ടാഫൽ പ്ലോട്ട് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷൻ, പിന്നെ ഫ്യൂൽ സെൽസ് ഇമ്പോർട്ടന്റ് ആണ്. H2O2, സിങ്കെയർ ആൻഡ് സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ്. പിന്നെ വരുന്നത് ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡില്ലേ, അതിന്റെ തിയറി അപ്ലിക്കേഷൻസ് ഒക്കെയാണ്. പൊട്ടൻഷ്യോമെട്രി വരുന്നുണ്ട്, പോളറോഗ്രാഫി, കൂളോമെട്രി, കണ്ടക്ടോമെട്രി, സൈക്ലിക് വോൾട്ടാമെട്രി, സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി, ആംബറോമെട്രി, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രിൻസിപ്പിളും അപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ കൊളോയിഡ്സ് വരുമ്പോൾ കൊളോയിഡ്സിൽ സീറ്റ പൊട്ടൻഷ്യൽ, പിന്നെ ഇലക്ട്രോ കൈനറ്റിക് ഫിനോമിന, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് ഈ ഗോൾഡ് നമ്പർ, അതുപോലെ ഇതിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി കൈനറ്റിക്സ് ആണ് ഇതിന്റെ കൂടെ, കെമിക്കൽ കൈനറ്റിക്സ് ആണുള്ളത്. കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് കൈനറ്റിക്സ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻസ്, അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ വരുന്നുണ്ട്, തിയറീസ് ഓഫ് റിയാക്ഷൻ റേറ്റ്സ്, അറേനിയസ് ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിന് എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫാസ്റ്റ് റിയാക്ഷൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ,
factors affecting reaction rates in solutions, effect of dielectric constant and ionic strength, Cage effect important ആണ്, Bronsted-Bechram equation. പിന്നെ കൈനറ്റിക് ഇഫക്ട്സിൽ നമ്മൾ ഓർഗാനിക്കിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി കൈനറ്റിക് സാൾട്ട് ഇഫക്ട്സ്, ഇൻഫ്ലുവൻസ് ഓഫ് സോൾവെന്റ് ഓൺ റിയാക്ഷൻ റേറ്റ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് വോളിയം ഓഫ് ആക്ടിവേഷൻ, ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ്, ഹാമിൽട്ടൺ ആൻഡ് ടാഫ്റ്റ് ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ ഓർഗാനിക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് കറ്റാലിസിസ് ആണ്. കറ്റാലിസിസിൽ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസിന്റെ തിയറി, മെക്കാനിസം, പിന്നെ ബൈമോളിക്കുലർ സർഫസ് റിയാക്ഷൻസ്, ലാങ്മേർ ഹിൻഷെൽവുഡ് മെക്കാനിസം വരുന്നുണ്ട്. പിന്നെ എൻസൈം കറ്റാലിസിസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മളുടെ മൈക്കൽസൺ മെന്റൻ ഇക്വേഷൻ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യങ്ങളാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, നീഡ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഇവിടെ തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡി ബ്രോഗ്ലി റിലേഷൻ ആൻഡ് experimental proof, പിന്നെ uncertainty principle and consequences, formulation of quantum mechanics, ഇവിടെ തൊട്ട് ക്വസ്റ്റ്യൻ വരാം. postulates of quantum mechanics, application of quantum mechanics to exactly solvable models, ഏതൊക്കെയാണ്? നമ്മളെ ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്, പിന്നെ 1D 3D 2D ബോക്സ് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലേഷണൽ മോഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, വൈബ്രേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, SHO ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. റിജിഡ് റോട്ടർ, പിന്നെ ലെഗ്രാൻഡ്രെ പോളിമർ, അസോസിയേറ്റഡ് ലെജൻഡർ ഫങ്ഷൻസ്, അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഇവിടെ തൊട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ്, ആംഗുലാർ മൊമെന്റം, SCF, അതുപോലെ വേരിയേഷൻ മെത്തേഡ്സ്, എമോ ഡയഗ്രാം ഓഫ് ഹോമോന്യൂക്ലിയർ ആൻഡ് ഡയാറ്റോമിക് മോളിക്യൂൾസ്, ഏതിൻ്റെയൊക്കെയാണ്? Li, Be, B2, C2O2, F2, അതുപോലെ LiH, CO, NO, HF, ഇത്രയും എണ്ണത്തിന്റെ എംഒ ഡയഗ്രാം, അതുപോലെ എംഒ കോൺഫിഗറേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് വേവ് ഫങ്ഷൻസ് ഓഫ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ്, വേവ് ഇക്വേഷൻസ് ഫോർ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം, സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ, പോളീസ് ആന്റി സിമെട്രി പ്രിൻസിപ്പിൾ ആൻഡ് പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പിൻ ഓർബിറ്റൽസ്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്, വെക്റ്റർ ആറ്റം മോഡൽ, ടേം സിമ്പിൾ, ഇവിടെ ടേം സിമ്പിൾ വരുന്നുണ്ട്, സെലക്ഷൻ റൂൾസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഇൻ ഡയാറ്റോമിക് ആൻഡ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ എബി ഇനിഷ്യോ, സെമി എംപിരിക്കൽ മെത്തേഡ്, മോളിക്കുലാർ മെക്കാനിക്സ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. പിന്നെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ BE സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റീൻ ഉണ്ടായിരിക്കും, ഫെർമി ഡിറാക് ഉണ്ടായിരിക്കും, മാക്സ്വെൽ ബോൾട്സ്മാൻ ഉണ്ടായിരിക്കും. ഇത് മൂന്നിലും ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ ഇക്വേഷൻസ് എന്തായാലും പഠിക്കണം. ഏതൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി ഡിറാക്, അതുപോലെ മാക്സ്വെൽ ബോൾട്സ്മാൻ. ഇതിലുള്ള ഇക്വേഷൻസ് W കാണാനുള്ള ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹീറ്റ് കപ്പാസിറ്റി, അതിന്റെ കാൽക്കുലേഷൻ, ഡ്യൂലോങ് പെറ്റിറ്റ്സ് ലോ, പോപ്സ് ലോ, പിന്നെ ഐൻസ്റ്റീൻ തിയറി, ഡീബൈ തിയറി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തായാലും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മളുടെ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പൊ അതിലെന്താണ്? സിമെട്രി എലമെന്റ്സ്, സിമെട്രി ഓപ്പറേഷൻ എന്തൊക്കെയാണ്, പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് തിയറി, ക്യാരക്ടർ ടേബിൾ, പോയിന്റ് ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ സിസ്റ്റമാറ്റിക് ഐഡന്റിഫിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ, അതായത് ബൈനറി ഓപ്പറേഷൻ, ബൈനറി കോമ്പിനേഷൻസ്. പിന്നെ ക്യാരക്ടർ ടേബിൾ ഏതിൻ്റെയൊക്കെയാണ്? C2V, C3V, C2Hന്റെ ക്യാരക്ടർ ടേബിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്ലിക്കേഷൻസ് ടു എംഒ തിയറി, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഗ്രൂപ്പ് തിയറിയിൽ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഇനി വരുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, അതിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, നമ്മളുടെ മൈക്രോവേവ്, അതായത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, IR, രാമൻ, ഇലക്ട്രോണിക്, NMR, ESR, അതുപോലെ മോസ്ഫോർ സ്പെക്ട്രോസ്കോപ്പി. ഇത്രയും എണ്ണത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ളത്. പിന്നെ അടുത്തൊരു മൊഡ്യൂള്, ലാസ്റ്റ് മൊഡ്യൂള് പറഞ്ഞിട്ടുള്ളത്
അനലിറ്റിക്കൽ, എൻവയോൺമെന്റൽ, മെറ്റീരിയൽ ആൻഡ് സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമുള്ളത് അനലിറ്റിക്കൽ വരുന്ന ഇവാലുവേഷൻ ഓഫ് അനലിറ്റിക്കൽ ഡാറ്റ, ആക്യുറസി ആൻഡ് പ്രിസിഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, variance and coefficient of variation, students T test, Q test, F test ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസ് ലിമിറ്റ്സ്, എറേഴ്സ് ആൻഡ് മിനിമൈസേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കോറിലേഷൻ അനാലിസിസ്, കാൽക്കുലേഷൻ ഓഫ് R by methods of least squares. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ തിയറിയാണ്. ഇൻഓർഗാനിക് അനാലിസിസിൽ അതുപോലെ ഓർഗാനിക് അനാലിസിസിലും പ്രിപ്പറേഷനിലും വരുന്ന തിയറീസ്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സ്, PG ലെവലിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സ്, അതിന്റെ തിയറീസ്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് TG, തെർമോഗ്രാമെട്രി, DTA, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, DSC, ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ഇൻ ദ സ്റ്റഡി ഓഫ് മെറ്റൽ കോംപ്ലക്സസ്, സെറാമിക്സ് ആൻഡ് പോളിമേഴ്സ്. പിന്നെ വരുന്നത് ക്രൊമറ്റോഗ്രാഫിയാണ്. ക്രൊമറ്റോഗ്രാഫിയിൽ ഏതൊക്കെയാണ് വരിക? കോളം വരുന്നുണ്ട്, TLC, പേപ്പർ, GC, HPLC, അതുപോലെ അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി ടെക്നിക്സ്. ഇതിന്റെ എല്ലാ തിയറീസ് നമ്മൾ പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കോമ്പിനേഷൻ വെച്ചിട്ട് ചോദിക്കും. ഏതാണ് മൊബൈൽ ഫേസ്, ഏതാണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ യൂസിങ് സൂപ്പർ ക്രിട്ടിക്കൽ ലിക്വിഡ് CO2, പിന്നെ ക്രേജ് ടെക്നിക് ഓഫ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ. പിന്നെ വരുന്നത് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ചോദിക്കാറുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്താണ്, ഗ്രീൻ സിന്തസിസ് എന്താണ്, ആപ്ലിക്കേഷൻ ഓഫ് PTC, ഫേസ് ട്രാൻസ്ഫർ കാറ്റാലിസിസ്, പിന്നെ ഗ്രീൻ റിയാക്ഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ് ആൻഡ് സോണിക്കേഷൻ ഇൻ ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പിന്നെ വരുന്നത് അറ്റ്മോസ്ഫിയറിന്റെ കെമിസ്ട്രി, ഹൈഡ്രോസ്ഫിയർ എന്താണ്, ലിത്തോസ്ഫിയർ എന്താണ്, അതിലുള്ള കെമിക്കൽ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ. പിന്നെ നാനോ സ്ട്രക്ചർ 1D, 2D, 3D, അതുപോലെ 0Dയും വരുന്നുണ്ട്, 0 ഡയമെൻഷൻ, സിന്തസിസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. പിന്നെ വരുന്നത് പീസോ ഇലക്ട്രിക്, മാഗ്നറ്റോ ഒബ്സ്ട്രക്റ്റീവ്, ഹാലോക്രോമിക്, ക്രോമോജനിക്, ഇതിന്റെ എല്ലാം കെമിസ്ട്രി എന്താണ് എന്നുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം കെമിസ്ട്രി. അതുപോലെ സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി വരുന്നുണ്ട്. മോളിക്കുലാർ റെക്കഗ്നേഷൻ എന്താണ്, സിന്തറ്റിക് റിസപ്റ്റേഴ്സ് എന്താണ്, സൈക്ലോഡെക്സ്ട്രിൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാലിക്സറൈൻ, സൈക്ലോഫെയിൻസ്, അതുപോലെ ക്രൗൺ ഈതേഴ്സ്, ഇതൊക്കെ എന്താണ്. പിന്നെ ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സയന്റിഫിക് ഓഫീസറിന്റെ സിലബസ് വരുന്നത്. ഈ സിലബസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും താഴെ കാണിച്ചിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക് യു.